ഹലോ ഇറ്റ്സ് മീ ദൃശ്യ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതാണ് മക്കളെ എൻ്റെ ടേബിളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. കുറച്ചു കാലം മുന്നേ ഒട്ടിച്ച വാൾപേപ്പറാണ്. ഇതിപ്പം കീറിപ്പറഞ്ഞ് ഇങ്ങനെ ഒരു അവസ്ഥയിലായി. ഇത് വാൾപേപ്പറിൻ്റെ പ്രശ്നമല്ല, എൻ്റെ പ്രശ്നമാണ്. പിന്നെ കുറച്ച് എൻ്റെ മക്കളെ സംഭാവനയും കൂടെ ഉണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും കാര്യമായിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഞാനിതൊന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു. അപ്പം ഏതായാലും ഞാൻ വിചാരിച്ചു ഇന്ന് ഇതിൻ്റെ ഈ കോലം മാറ്റിയേക്കാന്ന്. ഇത് നമ്മളെ നോർമൽ ടേബിളാണ് കേട്ടോ, പഴയ നമ്മളെ ഗോദ്രേജിൻ്റെ ഒക്കെ ടേബിളില്ലേ, ആ ഒരു സാധനം തന്നെയാണ്. ഈ വാൾപേപ്പർ ഞാൻ ഒട്ടിച്ചിട്ട് 2 വർഷമാറായിട്ടുണ്ടാവും. അന്ന് ഞാനത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് മീഷോന്നാണ്. 150 റുപ്പീസിന് മേടിച്ചതാണ്. മേടിച്ചപ്പോൾ ഞാൻ 2 ഒരുമിച്ചായിരുന്നു മേടിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പുതിയതായിട്ട് വേറെ മേടിക്കേണ്ടി വന്നില്ല. ഇതേ സെയിം സാധനം തന്നെയാണ് ഞാൻ വീണ്ടും ഒട്ടിക്കാൻ പോണത്. അപ്പോൾ ഞാൻ മൊത്തമായിട്ട് ഇത് പൊളിച്ചിളക്കുകയാണ്. അടിയിലൊരു സിൽവർ ഫോയിൽ പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ട്. അതങ്ങോട്ട് പൊളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എൻ്റെ ടേബിളിൻ്റെ കോലം കണ്ട് നിങ്ങൾ പേടിക്കേണ്ട, അതിൻ്റെ അസ്ഥിയൊക്കെ ഇളകിയിട്ടുണ്ട്. ഇനി അതിനൊരു വേറെ മേക്ക് ഓവറും കൂടെ കൊടുക്കണം ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അതിപ്പോഴല്ല, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഒരു വൈറ്റ് പെയിൻറ്റും കൂടെ അടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ വാൾപേപ്പർ. ഞാൻ ഒട്ടിക്കാൻ പോവാണ്. ഇതേപോലെ ഇങ്ങനെ ടേബിളിലൊക്കെ വാൾപേപ്പർ ഒട്ടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഒരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ എൻ്റെ ടേബിളിൻ്റെ സർഫസ് മോശമായതുകൊണ്ട് നമ്മൾ എത്ര നന്നായിട്ട് ഒട്ടിച്ചാലും അത്ര ഇങ്ങോട്ട് പെർഫെക്ഷൻ കിട്ടണം എന്നില്ല. എന്നാലും കുഴപ്പമില്ല, ഉള്ള പെർഫെക്ഷൻ വെച്ചിട്ട് ഇപ്പോൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഞാനതുപോലെ എഡ്ജസൊക്കെ ഇങ്ങനെ ഉള്ളിലോട്ടാക്കി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എൻ്റെ സാധന സാമഗ്രികളൊക്കെ വെച്ചപ്പോഴത്തേക്കും സംഭവം സെറ്റായി. അതിൻ്റെ ഇംപെർഫെക്ഷൻസ് ഒന്നും അല്ലെങ്കിൽ അറിയുന്നില്ല. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.